നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുള്ളത് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. സാർ, സ്വാഗതം. സാർ, അങ്ങ് മന്ത്രിയായതിനു ശേഷം ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു പ്രസക്തമായൊരു കാര്യമുണ്ട്. ഈ മന്ത്രിപദം ലഭിച്ചതിൽ എൻ്റെ വിശ്വാസ പ്രമാണത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു എന്നത്. ഇത്തരത്തിലൊരു ആഴത്തിലുള്ളൊരു വിശ്വാസം ക്രൈസ്തവ വിശ്വാസം സാറിൻ്റെ ജീവിതത്തിൽ രൂപപ്പെടാനിടയായ സാഹചര്യം എന്താണ്? ഈ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസം തന്നെയാണ്. പല സാഹചര്യങ്ങളും പല അനുഭവങ്ങളും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ വിശ്വാസം, അത് പരിരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നതിലൂടെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പന്ഥാവിലൂടെ നമുക്ക് പോകാനായിട്ട് കഴിയുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെന്നുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ ഞാൻ തള്ളിപ്പറയേണ്ടതില്ല, പയ്യെ പറയേണ്ടതില്ല. അതിന് യാതൊരു തടസ്സവുമില്ല. നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത് എന്താ? മതസൗഹാർദ്ദമാണ്. അപ്പോൾ ഒരു മതേതര കാഴ്ചപ്പാടുകൾക്ക് ഇടിവ് പറ്റാതെ മതസൗഹാർദ്ദം നല്ല നിലയിൽ നിലനിർത്താൻ കഴിയുന്ന അന്തരീക്ഷ സംജാതമാണ്. ഒരു മതവും ഒരിടത്തും വികലമായതൊന്നും പഠിപ്പിക്കുന്നില്ല, നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. മനുഷ്യനായി ജീവിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഒക്കെയുള്ള കാഴ്ചപ്പാടാണ് നൽകുന്നത്. പക്ഷെ അതിനെ ഒരു പരിധിവരെ തൻ്റെ വിശ്വാസം ഇതാണെന്ന് പറയാൻ മടിക്കുന്നതിലൂടെ ഒരു ശരിയായ നിലപാടിലേക്കല്ല പോക്കെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുദേവൻ കാണിച്ചു തന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. അവിടെ നമുക്ക് നേരായൊരു മാർഗമുണ്ട്, ചിന്തയുണ്ട്. അത് നമ്മളെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നയിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ ദർശനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസ പ്രമാണം ഇതാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം മന്ത്രിയായി, MLA ആയി, അല്ല ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പലതും ആവുന്നു എങ്കിലും ഇതൊക്കെ ജീവിതത്തിൻ്റെ കടന്നുപോക്കലിൻ്റെ ഭാഗമാണ്. കുറച്ച് കാലഘട്ടം ആയിരിക്കാൻ കഴിയും, പക്ഷെ തുടർച്ചയായി എന്നും നിലനിൽക്കുന്ന ഒന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസ പ്രമാണമായിരിക്കും. അത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കാനും ആ തരുന്ന വിശ്വാസത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പൊതുജനങ്ങൾക്കും സമൂഹത്തിനും എല്ലാവർക്കും നൽകാനും കഴിയുന്നൊരു ജീവിതമായിരിക്കണമെന്നാണ് എൻ്റെ ധാർമ്മികമായ ചിന്തകൾ. ഒപ്പം സാറ് 96 പേരാമ്പ്രയിലെ ആദ്യത്തെ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് 2001 മുതൽ ഇടുക്കിയിൽ തുടർച്ചയായി വിജയിക്കുന്നത് 5ാമത്തെ വിജയമാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഒരു ഉയർന്ന വിജയങ്ങൾ നേടിക്കഴിയുമ്പോൾ പല രാഷ്ട്രീയക്കാരുടെയൊക്കെ ജീവിതത്തിൽ പല അവിഹിതമായ സ്വത്ത് സമ്പാദനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സാറിന് ഇപ്പോഴും ജീവിതത്തിൽ കടങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും സാറ് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ഒരു സത്യസന്ധതയ്ക്ക് ദൈവം നൽകിയൊരു കയ്യൊപ്പായിരുന്നു ഈ അത് പൊതുവിൽ എനിക്ക് മാത്രമല്ല, ആദ്യം പറഞ്ഞ തലത്തിലുള്ള ആൾക്കാരുടെ എണ്ണം ചുരുക്കമായിരിക്കും. പക്ഷെ രണ്ടാമത് പറഞ്ഞ തലത്തിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഒരു പൊതുപ്രവർത്തനത്തിൽ ജീവിക്കുന്ന ഒരാൾ, അത് വാർഡിലാകട്ടെ പഞ്ചായത്തിലാകട്ടെ സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒറ്റപ്പാടുകളും കഷ്ടപ്പാടും ജീവിതം എല്ലാം അവരതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനൊരു വലിയ വാല്യൂ ഉണ്ട്. അത് MLA ആയതിൻ്റെ പേരിലോ മന്ത്രി ആയതിൻ്റെ പേരിലല്ല. നമ്മുടെ സാധാരണ പ്രവർത്തകർ, സേവകർ, പഞ്ചായത്ത് മെമ്പർ, പിന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വാർഡ് പ്രസിഡന്റ്, അങ്ങനെ സമൂഹത്തോട് വലിയ അടുത്ത് പെരുമാറുന്ന ഏറ്റവും താഴെ തലത്തിലുള്ള പ്രവർത്തകരാണ്. അവരെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത്. അപ്പം അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്കൊക്കെ അവരവരുടേതായ ബാധ്യതകൾ, ദുഃഖങ്ങൾ എനിക്ക് ഒത്തിരി ആൾക്കാർ അറിയാം. ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതൊക്കെ വളരെയേറെ നമ്പരാണ്. അപ്പം ആദ്യം പറഞ്ഞ തലത്തിൽ വരുന്നവരുടെ എണ്ണം വളരെ തുച്ഛമായിരിക്കും. ആ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള ആൾക്കാരെ ഒരുപക്ഷെ കണ്ട് മുട്ടിയെന്ന് വരാം. പക്ഷെ അതല്ല, പൊതുവായി പൊതുസമൂഹത്തിന് നേർക്കാഴ്ചയായി നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരെ പലപ്പോഴും
ചുരുങ്ങിയ ആൾക്കാരുടെ പ്രവൃത്തി ഫലത്തിലുണ്ടാകുന്ന ദോഷം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് സമൂഹത്തിനൊരു ദോഷകരമായി ഭവിക്കുന്ന ഒന്നാണ്. അവരെയൊക്കെ ബഹുമാനിക്കേണ്ടതാണ് സമൂഹം. നമ്മുടെ ഇവിടെ നന്മതിന്മകളെ തിരിച്ചറിയാൻ, ശരിയും തെറ്റും തിരിച്ചറിയാൻ, നമുക്കുണ്ടാകാവുന്ന വിഷയങ്ങളിൽ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട നീതി ലഭിക്കാൻ ഒരുപക്ഷെ പൊതുപ്രവർത്തകരുടെ ഇടപെടൽ വളരെ അനിവാര്യമാണ്. അവരുടെ ഇടപെടലും അവരുടെ പ്രവർത്തനവും സമൂഹത്തിൻ്റെ സന്തുലനാവസ്ഥയെ എന്നും പരിപാലിക്കാനായിട്ട് സാധിക്കും. അവരെ മോശമായി ചിത്രീകരിക്കാനും അവരിലൊരു വിഷയമുണ്ടെന്ന് വരുത്താനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾ ശരിയാണെന്ന് അഭിപ്രായമായിരിക്കില്ല. അതിന് കക്ഷിയില്ല. എല്ലാ പാർട്ടികളും ഉണ്ടാവും, എല്ലാ സാമൂഹിക ചിന്തകൾ ഉയർത്തുന്നവരും ഉണ്ടാവും, മതചിന്തകൾ ഉയർത്തുന്നവരുണ്ടാവും. അവരുടെ എല്ലാം വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു ആകെ ഫലമാണ് ഒരു നല്ല രീതിയിലുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ ഒരു ജീവിതത്തിൽ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. നമുക്കാകാവുന്നതൊക്കെ ഏതൊക്കെ തലത്തിലാണ് ഇപ്പോൾ ഈ തലം വരെ എത്തിയില്ലേ. ഞാനിന്ന് സത്യത്തിൽ ചിന്തിക്കും, ദൈവത്തോട് പ്രത്യേകമായി കടപ്പെട്ടിരിക്കുന്നു ഓരോ ഉയർച്ചയിലും. എൻ്റെ പ്രിയപ്പെട്ട നേതാവ് മാണി സാറിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. എന്നെ സാറ് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പറയും. ചെറുപ്പം മുതലേ ആ നിലയിൽ എന്നെ വളർത്തി. സാറിൻ്റെ നിലപാടുകളോട് എനിക്ക് അചഞ്ചലമായ കൂറ് പുലർത്താനായിട്ട് സാധിച്ചു. സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അദ്ദേഹം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിച്ചു. അധികാരം കൈ കിട്ടിയപ്പോഴും അധികാരം ഇല്ലാതെയും അശരണർക്ക് ആശ്വാസമായിരിക്കണം അധികാരം എന്ന് പഠിപ്പിച്ച നേതാവായി കെ എം മാണി സാർ മാറി. അതൊക്കെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറിൻ്റെ മകൻ ഞങ്ങളെ ആ നിലയിൽ തന്നെയാണ് കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളെല്ലാവരെയും ഒരേപോലെ കാണുവാനും പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാനും ഞങ്ങൾക്ക് ഒരേപോലെ ആത്മവിശ്വാസം പകർന്നു തരുന്നൊരു ലീഡർഷിപ്പ് മാണി സാറിന് കൊടുക്കുന്ന സ്നേഹവും ആദരവും ജോസ് കെ മാണിയിൽ അർപ്പണ വിശ്വാസത്തോടു കൂടിയാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഞങ്ങളുടെ ഒരു വിശ്വാസപ്രവണമായിട്ട് തന്നെ ഞങ്ങൾ സൂക്ഷിക്കുക. നമ്മളൊരു ക്രിസ്മസ് കാലഘട്ടമാണ്. ഈ തിരക്കിനിടയിലും കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാറിന് സമയം കിട്ടാറുണ്ടോ? എങ്ങനെയാണ് ക്രിസ്മസ്? അങ്ങനെ കൂടുതലായ സമയങ്ങളൊന്നും കിട്ടാറില്ല. എന്നാൽ ക്രിസ്മസ് ദിവസമെങ്കിലും ഒരുമിച്ചായിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പിന്നെ ദിവസം ഇന്ന് റാണിക്ക് നൈറ്റ് തുടങ്ങുക. ഇനി 23 രാവിലെയാണ് എന്ന് പറഞ്ഞാൽ അവളുടെ നൈറ്റ് തീരുന്നത്. എനിക്ക് 23, 24 ഇടുക്കിയിൽ പ്രോഗ്രാമുണ്ട്. 24 ഉച്ച കഴിയുന്നതോട് ഞാനും എൻ്റെ ചക്കാമ്പഴത്തെ വീട്ടിലേക്ക് വരും. റാണിയും പിള്ളേരും ഇവിടുന്ന് ചക്കാമ്പഴയ്ക്ക് വരും. വീട്ടിൽ അപ്പച്ചൻ ഇല്ലാത്ത ഒരു ക്രിസ്മസാണ് ഞങ്ങളെ സ്മരിച്ചത്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ള ഒരു സന്തോഷവും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിൽ മാറി ജനങ്ങളെല്ലാം സന്തുഷ്ടരായി സമാധാനത്തോടെ ശാന്തിയുടെ സന്ദേശം നൽകുന്ന ക്രിസ്മസിനെ ഒരുങ്ങുകയാണ്. ലോകരക്ഷകൻ്റെ പിറവിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എല്ലാ മേഖലയിലും അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മുഖമോടിയില്ലാതെ ജനങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാലാവധിയായില്ല. അപ്പോൾ വലിയ ദുഃഖഭാരത്തിൽ നിന്നും വേദനകളിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ചു വരുന്ന ക്രിസ്മസായി ഇത് മാറുന്നു എന്നുള്ള വലിയൊരു സന്തോഷം ലോക ജനതയാണ് ഷെയർ ചെയ്യുന്നത്, കേരളീയരല്ല. ലോകത്തെമ്പാടും എന്ന മഹാമാരിയാണ് ക്രിസ്മസ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹത്തിന് വരാൻ കഴിയുന്ന ഒരു നല്ല സന്ദേശത്തിൻ്റെയും കൂടി ഭാഗം ഈ ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇടുക്കിയിലെ ക്രിസ്മസ് ആഘോഷം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും റോഷി എല്ലാ ക്രിസ്മസിനും വീട്ടിലെത്തും. വീട്ടിലെങ്ങനെ താമസിച്ചാണെങ്കിലും ഒരു 10 മണിയോട് കൂടി വീട്ടിൽ വന്ന് പാതിരക്കുറുവനെയും കണ്ടേ പിന്നെ വീട്ടിൽ വരാറുള്ളൂ. അത് എത്ര തിരക്കായാലും എത്തും. ആ ഒരു സമയം വന്ന് ഞങ്ങളൊക്കെ ആയിട്ട് കുർബാനയും കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ എത്താറുണ്ട്. പിന്നെ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഊണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ചക്കത്തെ ഊണിൻ്റെ സമയമാകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞ് പോവും അടുത്ത പരിപാടി. എന്നാലും എത്തിയിരിക്കും. വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്താറുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോഴും അതെ, സമയം കിട്ടുന്നില്ല, എന്നാലും എത്താറുണ്ട്. ഒപ്പം തന്നെ മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു ക്രിസ്മസ് അനുഭവങ്ങൾ റാണി ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ക്രിസ്മസ് എപ്പോഴും റോഷിയുടെ കൂട്ടത്തിലാണ്. റോഷാൻ്റെ കൂട്ടത്തിൽ നല്ലാണ്ട് ഞാൻ കൂടിയിട്ടില്ല ഇതുവരെയായിട്ടും. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഒരു ഈസ്റ്ററോ ക്രിസ്മസോ ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൂടിയിട്ടില്ല. എല്ലാം റോഷിയുടെ കൂട്ടത്തിൽ തന്നെ. സന്തോഷമുള്ളൂ. പിള്ളേരുടെ കൂട്ടത്തിലും
റോഷി എല്ലാത്തിനും സമയം കണ്ടെത്തും. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും റോഷി സമയം കണ്ടെത്താറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ട് വരുന്ന, ഞങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്കും ആവശ്യമായിട്ട് വരുന്ന ആ സമയങ്ങളിലെല്ലാം റോഷിയുടെ സഹായം ഞങ്ങൾക്കുണ്ട്. ഒരു മാറ്റി നിർത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റിയല്ലെന്നല്ല, ഏത് കാര്യത്തിനും ഉണ്ട്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഒരിക്കൽ പോലും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ട് വരാറില്ല. റോഷിയുടെ ആണെങ്കിലും റാണി ചേച്ചിയുടെ ആണെങ്കിലും കഴുത്തിൽ കൊന്തയുണ്ട്. ഈ ഒന്ന് മാതൃഭക്തിയിലേക്ക് വരാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ റാണി ചേച്ചിയുടെ ജീവിതത്തിൽ? ഞാൻ നേരത്തെ മുതലേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിലും അമ്മ ഞങ്ങളെല്ലാവരെയും പള്ളിയിൽ ചെറുപ്പകാലം മുതലേ പള്ളിയിൽ പോകുന്നത് ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു. വീട്ടിൽ നിന്ന് വിടുമായിരുന്നു. അങ്ങനെ അത് കൂടുതൽ പിന്നെ റോഷിയുടെ കൂട്ടത്തിൽ കൂടിയപ്പോഴത്തേക്കും അതിനകത്തു നിന്നൊരു മാറി നിന്നിട്ടില്ല. കൊന്ത എല്ലാവരും ചെറുപ്പം മുതലേ നമ്മളിടുന്നൊരു ശീലമുണ്ട്. അതുതന്നെ നമ്മൾ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. കൊന്തയിടുന്നത് നമ്മുടെയൊക്കെ മാത്രമല്ല, നമുക്കൊരു ശക്തി. ഞാനെപ്പോഴും ഇവരോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെല്ലുന്ന കൊന്ത തന്നെ നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് ശക്തി കിട്ടുന്നത് കൂടുതലേ വരുള്ളൂ, കുറവൊരിക്കലും വരില്ല. അതുപോലെ എല്ലാ പിള്ളേരെല്ലാവരും പറ്റുന്നിടത്തോളം സമയങ്ങളിൽ നമ്മൾ കൊന്തയെല്ലാം ശ്രമിക്കാറുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ നമുക്കൊരു വിഷമങ്ങളൊക്കെ വരുവാണെങ്കിൽ കൊന്തയല്ല എത്രയും നീളം അതാവേ എൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ് എത്രയും നീളം അതാവേ. എപ്പോഴും എന്തെങ്കിലും വിഷമങ്ങളിലോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ പിള്ളേരോട് പറയും. നമുക്ക് പണ്ടൊക്കെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നിന്ന് പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോളേ എടീ എത്ര നീളം അതാ വെച്ചിട്ടിരിക്കും എന്നെപ്പോഴും പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെനിക്കൊരു വിശ്വാസമാണ്. എന്നെ എപ്പോഴും കാത്തു കൊണ്ടുവന്ന് എനിക്കങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ട്. ഏത് ഘട്ടത്തിലും ഞാൻ എത്രയും നീളം മാതാവേ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. സാറ് 2001 മുതൽ ഇടുക്കിയുടെ ഭാഗം തന്നെയാണ്. ഇടുക്കിയിലെ ആ കരോൾ ഗാനങ്ങളും ഒപ്പം ഈ കരോൾ പാർട്ടിയും അത്തരം കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇടുക്കിയിൽ അങ്ങനെ ക്രിസ്മസ് രാത്രിയിലൊക്കെ അരമനയിൽ തന്നെ ആയിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയാണോ അതിന് മുൻപിൽ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് അരമനയിലായിരുന്നു. പിതാക്കന്മാരുണ്ടായിരുന്നു. കരിമ്പൻ പള്ളിയിൽ നിന്ന് വരുന്ന കരോൾ അവിടെ വന്ന് പിതാവിനെ കണ്ട് കേക്കൊക്കെ മുറിച്ച് പോകുന്ന ഞാൻ ഓർക്കുന്നു. അങ്ങനെ മലയോര മേഖലയിലെല്ലാം നല്ല ഒരുക്കമാണ്. പിന്നെ മാത്രമല്ല, ക്രിസ്മസ് ഇപ്പം സാധുജനങ്ങളെ സഹായിക്കാനും കൂടെ ഉപകരിക്കപ്പെടുന്നതായിട്ട് മാറി. അതൊരു ചെറിയ കാര്യമല്ല. അപ്പം അത് ആ നിലയിൽ SHG ഗ്രൂപ്പുകൾ, അപ്പോൾ ആ ഗ്രൂപ്പിൽ പെടുന്നവർ വിവിധ മനസ്ഥര് കാണും. എങ്കിലും ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ച് ക്രിസ്മസ് സന്തോഷം പങ്കിടുന്നു. അങ്ങനെ എല്ലാ തലത്തിലും ഒരു മലയോര മേഖലയാണെങ്കിലും ഇത്തരം ആഘോഷങ്ങളും പള്ളികളിലെ പ്രോഗ്രാമുകളും എല്ലാം വലിയ തോതിൽ നന്നായി പോകുന്നൊരു സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇടുക്കിയിലൊക്കെ നമുക്കറിയാം കരോളൊക്കെ നേരത്തെ തന്നെ ആരംഭിക്കും. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തേക്ക് സിറ്റിയിലേക്കൊക്കെ വന്നതിന് ശേഷം ക്രിസ്മസിൻ്റെ ഒക്കെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അത് നേരത്തെ ആരംഭിക്കുമോ? അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ MLA ക്വാർട്ടേഴ്സിലായിരുന്നപ്പോൾ അങ്ങനെ ആ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ആ തുടക്കത്തിൽ അങ്ങോട്ട് സ്റ്റാർ ഇടും. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ ഒരിക്കലും കണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കി. അതിന് ശേഷം നമ്മൾ ഒരുക്കിയില്ല. കാരണം ഇവൻ കുഞ്ഞായിരുന്നുകൊണ്ട് എല്ലാം പെറുക്കിയെടുത്തോണ്ട് പോകുമായിരുന്നു. അതാണ് പ്രശ്നം. കുസൃതിയല്ല, അവൻ കുഞ്ഞല്ലേ. അപ്പോൾ അതെല്ലാം എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. പിന്നെ എല്ലാ സാധനവും മേടിച്ച് വെച്ച് നമ്മൾ പാറ്റൂര് താമസിച്ചിരുന്നപ്പം പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സജീവമായിരുന്നു എല്ലായിടത്തും. അതുപോലെ തന്നെ അവിടെ കരോളൊക്കെ വരുമായിരുന്നു. ഇവിടെ MLA ക്വാർട്ടേഴ്സിൽ ഒരിക്കൽ കരോൾ വന്നിരുന്നു. അന്നേരം പിന്നെ ഈ ചെണ്ടകുട്ടിയൊക്കെ വരുന്നത് കൊണ്ട് അതവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നതിന് ശേഷം പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും അവർ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മളൊരു കരോള് ഉണ്ടാക്കുന്നതിനകത്ത് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരാത്തത്. സന്തോഷമാണ് കരോള് വരുന്നത്. പിള്ളേർക്കൊക്കെ ഒരു പുതിയൊരു അനുഭവമല്ലേ. അതേസമയം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതെല്ലാം കണ്ട് കരോളും ഉണ്ണിയും കൊണ്ട് വരുന്നതും ഒക്കെ നമുക്കൊരു വലിയൊരു സന്തോഷം. അതൊരു ഭയങ്കര സന്തോഷമാണ്. ഭരണങ്ങാനമാണ് എൻ്റെ വീട്. നല്ല നല്ല ഇതാണ് കരോളെന്നൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര പണ്ടൊക്കെ ഞങ്ങൾ കരോളിൻ്റെ കൂട്ടത്തിൽ പോകുമായിരുന്നു. കുറച്ച് വീടുകളൊക്കെ കയറി. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ അങ്ങനെ പോകുന്നില്ലല്ലോ. എനിക്കൊന്ന് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പം കരോളുകളിൽ കൊച്ചു പിള്ളേരൊക്കെ അല്ലേ ഇപ്പം പോകുന്നുള്ളൂ. ആൺപിള്ളേർ മാത്രം, പെൺപിള്ളേർ അങ്ങനെ അങ്ങ് പോകണില്ല എന്ന് തോന്നുന്നു.
അതൊക്കെ മറക്കുന്ന എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത്രയും നേരം ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എനിക്കൊന്ന് അഗസ്റ്റിൻ ഒരു പാട്ടൊക്കെ ആയിട്ട് പഠിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഏഞ്ചലിൻ്റെ കൂടെ ഒരുമിച്ച് പാട്ടൊക്കെ പാടാന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിൻ്റെ കൂട്ടത്തിൽ അഗസ്റ്റിൻ ഒരു പാട്ട്, ക്രിസ്മസിൻ്റെ ഒരു പാട്ട് പാടിക്കും. Oh, the world is lost as Santa has his way, building us with minds that cost our Lord his special day. Let's give it back to him. No Santa, snow or tree. Our only Christ, the Lord's King, was born to set us free. Jesus Christ was born for you and me, to save us all from sin he came, that we might all be free, and brought our victory. Hey Jesus Christ, oh you little ones, a scarlet was wrong. Tell the world and teach for once this real Christmas song. Jesus is the way, the trust, the life he is. No matter what or do you do or say, let's sing this song for him. ഓക്കെ, ഏഞ്ചലിനോടും ആൻമരിയോടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി. മന്ത്രിയായതിനു ശേഷം പപ്പേനെ മിസ് ചെയ്യുന്നുണ്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്? പപ്പേനെ മന്ത്രിയായ ശേഷം നല്ല MLA ആയിരുന്നപ്പോഴും മിസ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം എപ്പോഴും സമയങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും എപ്പോഴും അങ്ങനെ കിട്ടാറില്ലാത്ത ഒരാളാണ്. എന്നാലും എല്ലാ ഇവൻറ്റുകളിലും മാക്സിമം വരാൻ നോക്കാറുണ്ട്. പിന്നെ ക്രിസ്മസ് എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യലായിട്ടൊരു ഇവൻ്റ് ആയതുകൊണ്ടും അങ്ങനെ നാട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം ആയതുകൊണ്ടും സമയത്ത് പപ്പ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ക്രിസ്മസ് ഡേയ്സിൽ പപ്പ മിസ് ചെയ്യാറില്ല. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അഗസ്റ്റിനും എല്ലാവരും മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതും സ്റ്റാറൊക്കെ ഇടണം എങ്ങനെയാണ്? നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടും. അപ്പം ഒരുമിച്ചിരുന്ന ക്രിസ്മസ് ട്രീയും മണ്ണും എല്ലാം എടുത്തുകൊണ്ട് വന്ന് പതുക്കെ പതുക്കെ ഓരോന്നും വെക്കാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് എൻ്റെ ഒരുക്കങ്ങളൊക്കെ? ഇവിടെ ഞാൻ ഞങ്ങളെല്ലാവരും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ചെയ്ത എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത്തവണത്തെ ക്രിസ്മസിൻ്റെ പ്ലാനൊക്കെ എങ്ങനെയാണ്? ഇവിടെയാണോ, ഇവിടെ ട്രിവാൻഡ്രത്താണോ അതോ ഇടുക്കിയാണോ? ക്രിസ്മസിന് ഞങ്ങൾ നാട്ടിൽ പോകും എന്തായാലും. പിന്നെ 24 വരെ ഇവിടെ ഉണ്ട്. 24-നാണ് നാട്ടിൽ പോകുന്നത്. പിന്നെ ഇപ്രാവശ്യം ഇവിടെ ഞങ്ങൾ പുൽക്കൂടൊക്കെ വെക്കാൻ തീരുമാനിച്ചു. അത് ആദ്യമായിട്ടാണ് നമ്മൾ പൊതുവെ നമ്മൾ ഇവിടെ വെക്കാറില്ല. നമ്മുടെ നാട്ടിൽ ചെന്ന് അവിടെയാണ് ക്രിസ്മസ് പരിപാടികളെല്ലാം ഇന്നേ വരെ. പിന്നെ ഇപ്രാവശ്യം ഇവിടെ ക്രിസ്മസ് ട്രീയും കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഞങ്ങളങ്ങ് തീരുമാനിക്കുന്നു. പപ്പയുടെ അമ്മയുടെയും അഗസ്റ്റിൻ്റെയും ആൻമരിയുടെയും കൂടെയുള്ള ഒരു ക്രിസ്മസിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടോ ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ? എല്ലാ ക്രിസ്മസും ഒരു അനുഭവമാണല്ലോ. എല്ലാം അങ്ങനെ എല്ലാം സ്പെഷ്യലാണ്. അതിന് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ പപ്പേനെ മിസ് ചെയ്യുന്നുണ്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്? ചേച്ചി പറഞ്ഞാൽ തന്നെ പപ്പ ഇങ്ങനെ ഓൾ അറൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ചുറ്റിപ്പറ്റിയിട്ട് വരും. ക്രിസ്മസിന്റെ സമയം നമ്മൾ ക്രിസ്മസിന്റെ സമയത്ത് കിട്ടുന്നില്ല, എപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതല്ലാതെ അപ്പൊ എല്ലായിടത്തും നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം വരും. ആകെപ്പാടെ കിട്ടാതെ പോകുന്നു ഓണത്തിന്, ബാക്കി എല്ലാത്തിനും ഇവിടെ വരും. പിന്നെ രാത്രി വന്ന് അമ്മ പറഞ്ഞ പോലെ നമ്മൾ പാതിര കുർബാനക്കൊക്കെ പോകും. പാതിര കുർബാനയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാരും കൂടി പടക്കം പൊട്ടിക്കല് അതൊരു ഭയങ്കര ആഘോഷമായ കാര്യമാണ്. വീട്ടിൽ കസിൻസ് എല്ലാവരും വന്നു. വീട്ടിൽ അത്യാവശ്യം അന്നത്തെ ദിവസം 24-ന് രാത്രി എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ്. 25 രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ഏഞ്ചലൊരു പാട്ട് പാടാമോ? ക്രിസ്മസിന്റെ ചെറിയൊരു പാട്ട്. ക്രിസ്മസിന്റെ പാട്ട്, ക്രിസ്മസിന്റെ അല്ലെങ്കിൽ ഡിവോഷണൽ ആയിട്ടൊരു സോങ് പെട്ടെന്ന് അറിയാവുന്ന ഒരു പാട്ട്. പറഞ്ഞു ഒരുമിച്ച് പഠിക്കൂ. അൻമരി, ഏഞ്ചലും അഗസ്റ്റിനും എല്ലാവരും ഒരുമിച്ച് പഠിക്കും. എനിക്കറിയില്ല. ഏതാ? പൈതലാമേശോ അതറിയോ? ഇല്ല, ലിറിക്സ് അറിയത്തില്ല. ഒരു പ്രശ്നം. ലിറിക്സ് നോക്കി പാടാനാണ് കുഴപ്പമില്ലായിരുന്നു. റാണി ചേച്ചി പാടുമോ? നോക്കി പാടിയാലും മതി. കാവൽ മാലാകമാരേ കണ്ണടയ്ക്കരുതേ, താഴെ ഉൾത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു.
സാറിൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാർ നേരത്തെ സൂചിപ്പിച്ച ചക്കാമ്പുഴയിൽ നിന്നും എല്ലാ വർഷവും യുവാക്കളുടെ കൂടെ മലയാറ്റൂരിലേക്ക് നടത്തുന്ന പദയാത്ര, അത് മന്ത്രി ആയതിനു ശേഷം പോലീസ് എസ്കോർട്ടൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് സാർ അത് യാത്ര നടത്തുകയുണ്ടായി. എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം? അതിൻ്റെ ഒരു കാര്യം, മലയാറ്റൂരിലേക്ക് ഉള്ള പോക്കെന്ന് പറയുന്നത് ഞാൻ എൻ്റെ 15 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയത്. 15 വയസ്സ്. ഓക്കെ. അപ്പം അങ്ങനെ അന്ന് എൻ്റെ ചക്കാമ്പുഴ ഇടവകയിൽ നിന്ന് അന്നുണ്ടായിരുന്ന ചേട്ടന്മാർ അവരുടെ കൂടെ അങ്ങ് പോയി. പിന്നെ വരും വർഷങ്ങളിലൊക്കെ അങ്ങ് പോയി. പിന്നെ എനിക്ക് നിർത്താൻ തോന്നിയിട്ടില്ല. ഞാൻ തുടർച്ചയായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ വർഷം ഞാൻ തുടർച്ചയായിട്ട് കടന്നു നോക്കുമ്പോൾ 36 വർഷമായി തുടർച്ചയായിട്ട്. അപ്പോൾ അവിടെ തീക്ഷ്ണമായ വിശ്വാസം എനിക്കുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം, അത് ലോകരക്ഷകനായ യേശുവിൻ്റെ പിറവി തയ്യാറെടുക്കുന്ന ഒരു ജനത കാണേണ്ടത്. ജനനവും മരണവും ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ്. പാപപരിഹാരത്തിനായി ബലിയർപ്പിച്ച യേശു, ലോകരക്ഷകനായ യേശുവിൻ്റെ ജനനം, രക്ഷകനായി പിറന്നു, പാപപരിഹാരത്തിനായി മരിച്ചു, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പം ഇതൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദർശനത്തിൽ വലിയ ആധ്യാത്മിക ചിന്തകൾക്ക് നമുക്ക് ഇടം കൊടുക്കേണ്ടതാണ്. ഞാൻ മലയാറ്റൂരിലേക്ക് നടക്കുമ്പം എനിക്കൊരു വർഷം എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഊർജ്ജ സമ്പാദനം പോലെയാണ്. രാമപുരത്ത് വീട്ടിൽ വരും, ചക്കാമ്പുഴ എത്തും. ഞാൻ ആ പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് ഓർക്കുന്നു, തെരഞ്ഞെടുപ്പ് സമയത്താണ്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടത്തുന്ന സന്ദർഭത്തിൽ പോലും ഞാൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് നടന്ന് രാവിലെ ശനിയാഴ്ച വെളുപ്പിനെ അവിടുന്ന് പുറപ്പെട്ട് ഉച്ച കഴിഞ്ഞ് കോഴിക്കോട് പോയി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു. പക്ഷെ മലയാറ്റൂർ എൻ്റെ യാത്ര മുടക്കിയില്ല. ഒരു അനുഭവം ഈ സമീപകാലത്ത് എനിക്കുള്ളത്, ഈ ഒരു രാത്രിയിൽ ഒരു 12:30 മണി സമയത്ത് കൂത്താട്ടുകുളത്ത് നിന്ന് ഞാൻ ബസ്സേ തിരുവനന്തപുരത്തേക്ക് വരിക. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോരാൻ വേണ്ടി വന്ന് തട്ടത്തുമലയായി. കൊട്ടാരക്കര നിർത്തി ചായ കുടിച്ചു. ബസ്സിൽ ഇങ്ങനെ എല്ലാവരും പയ്യെ മയങ്ങുന്നു. ഒരു 2:30 മണി 3 മണി സമയം എടുത്തായി കാണും. ഈ വണ്ടി വേറൊരു വണ്ടിയായിട്ട് ഇടിക്കുക. അപ്പം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ പയ്യെ ഒന്ന് മയങ്ങി. ഞാൻ ബസ്സിൻ്റെ ഡോറ് തുറന്ന് റോഡിൽ കിടക്കുക. ഹൈഡ്രോളിക് ഡോറാ. ആ ഡോറ് വീണ്ടും അടഞ്ഞു. വലിയ മുറവിളിയും നിലവിളിയും എല്ലാം കേൾക്കാം. ഞാൻ എൻ്റെ പോക്കറ്റിലെ താഴെ പോയതൊക്കെ എടുത്തു. എനിക്കൊന്നും നഷ്ടപ്പെട്ടത് തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ചാടി ചാടി നോക്കി, എനിക്കൊന്നുമില്ല. പക്ഷെ എന്തോ സംഭവിച്ചു. നോക്കി ആ വണ്ടി പയ്യെ പുറകോട്ട് പോകും. പുറകിൽ നിന്ന് വരുന്ന വണ്ടി വീണ്ടും ഇതിനിട്ടിടിക്കുന്നു. ആ വണ്ടി അപ്പം നേരെ ടയർ സ്റ്റാൻഡിലേക്ക് വീഴുന്നു. അപ്പോൾ എതിരെ വന്ന ഒരു ബസ്സിലെ യാത്രക്കാരൻ പിന്നീട് ഷെയർ ചെയ്തു, ഈ വണ്ടി അങ്ങ് പോകുമ്പം അവൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഇത് അങ്ങനെ പോയി ഇടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് ചെരിയുക, ചെരിഞ്ഞാൽ എൻ്റെ മേത്തേക്ക് വീഴും. ആ വേറെ പുറകിൽ നിന്ന് ലോറി ഇതിനിടിച്ചപ്പോൾ ഇത് ഞാനും സ്റ്റാൻഡിലായി. ആ വണ്ടിയിലുണ്ടായിരുന്ന 14ഓളം പേർക്ക് പരിക്കേറ്റു. ഡ്രൈവറെ ഡോറ് പൊളിച്ചാണ് പുറത്തോട്ട് എടുത്തത്. അതിൽ കോളർ ബോൺ ഉപയോഗിക്കുന്ന 10-12 പേര്. അവരെല്ലാം ഞാൻ രാത്രിയിൽ വിവിധ ആംബുലൻസുകളിലായി ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷ നൽകി അവസാനത്തെ ആളെ വരെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ MLA കോട്ടേഴ്സിൽ പോയി എൻ്റെ ഡ്രസ്സൊക്കെ മാറി ഞാൻ രാവിലെ പതിവ് വഴി എൻ്റെ പരിപാടി തുടർന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ? അന്നേക്ക് 12-ാം ദിവസം ഞാൻ മലയാറ്റൂരിലേക്ക് നടക്കണ്ട. എൻ്റെ കാലിനാകട്ടെ കൈക്കാകട്ടെ എനിക്ക് യാതൊരു ഒരു ബസ്സിൽ നിന്ന് തെറിച്ച് റോഡിൽ പോയെന്ന് കൂട്ടണം. അപ്പം പരിപാലനമാണ്. എന്നെ കൈ താങ്ങി നിർത്തി എന്ന് ഞാൻ വിശ്വസിക്കാൻ എന്തിനും മടിക്കണം? അത് പറയാൻ എന്തിനും മടിക്കണം? അതാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പലർക്കും അതൊരു മടിയാണ്. സത്യം നമുക്കൊരിക്കലും മറച്ചു വെക്കേണ്ടതില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എൻ്റെ ഒരു നിലപാട് ആ ട്രാൻസ്പെറൻസി ഉണ്ടാവണം തന്നെ. അപ്പോൾ സാറേ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അനുഭവം മനസ്സിലേക്ക് വന്നത്, ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ പ്രചരണമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഒരു കാലഘട്ടത്തിൽ പോലും സാറ് ആ മലയാറ്റൂർ തീർത്ഥാടനം മുടക്കിയില്ല. ഒപ്പം തന്നെ സാറിന് ആ ഒരു അടിവാരത്തെത്തിയപ്പോൾ ഒരു നിർണായകമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പക്ഷേ മല കയറി അവിടെ എത്തിയപ്പോൾ സാറിൻ്റെ കാലിലെ നീരൊക്കെ, ആ ഒരു അനുഭവം അതെ ഞാനന്ന് അവിടെ ചെന്നപ്പം അവിടെ പോലും ഞാനിങ്ങനെ ആയിരുന്നു. അടിവാരം ചെന്നപ്പോഴത്തേന് നേരം വെളുത്തു. കാര്യം നടക്കാൻ താമസിച്ചു. ഇനി മല കയറി ഇറങ്ങി തിരിച്ച് അറക്കുളം പഞ്ചായത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ ഒരു പക്ഷേ സമയം ഒക്കും എന്ന് തോന്നുന്നില്ല. ഞാനിങ്ങനെ ഒന്ന് ഇതായി, അല്ല മല കയറണം എന്ന കൂടെയുള്ള മല കയറി ഇറങ്ങാം. ഉടനെ ഒരു ഇൻസ്പിറേഷൻ, നേരെ വിട്ടു. നിമിഷ നേരം കൊണ്ട് മല കയറി തിരിച്ചിറങ്ങി. ഞാൻ തൊടുപുഴയിൽ തിരിച്ചു വന്ന് കുളിച്ച് റെഡിയായി.
അപ്പം ഞാനന്ന് തലേദിവസം പോകാൻ വേണ്ടി വീട്ടിൽ വരുമ്പം എൻ്റെ 2 കാലിനും നീരുണ്ട്. നീരെന്ന് മാത്രമല്ല, ഇങ്ങനെ കുത്തിയ കൈ ഇങ്ങനെ ഇറങ്ങിക്കയറും, അറിയാൻ പാകത്തിൽ നീരുണ്ട്. ഞാൻ ഈ തൊടുപുഴ വന്ന് കുളിച്ച് റെഡിയായി പുറത്തിറങ്ങുമ്പം എൻ്റെ കാലിൽ നീരില്ല. അതെൻ്റെ കൂടെയുള്ള മുഴുവൻ ആൾക്കാരും കണ്ടൊരു സത്യമല്ലേ. അപ്പം അതൊക്കെ എൻ്റെ ഒരു വിശ്വാസം എന്നെ ആ നിലയിൽ മുന്നോട്ട് നയിക്കുന്നു. അത് അത് കണ്ടതാണ്, എല്ലാവരുടെ കൂടെ ഉണ്ട്, പലരും സാക്ഷ്യം ഉണ്ട് അതിന്. എല്ലാവരും സാക്ഷി. എല്ലാവരും സാക്ഷ്യം. വണ്ടിയിൽ നിന്ന് തെറിച്ചു വീഴുന്നത് സാക്ഷി. ഇതൊന്നും ഒളിവിൽ നടക്കുന്നതല്ലല്ലോ. അപ്പം മലയാറ്റിലേക്ക് പോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് പേടിച്ച ചാടിയേറ്റൊന്ന് നിന്ന് നോക്കിയത്, കാലിന് വരാൻ പറ്റിയോ എന്ന് നോക്കിയത്. അത്തരത്തിലുള്ള ധാരാളം അങ്ങനെ എത്രയോ ആയിരങ്ങൾക്കുള്ള അനുഭവങ്ങളാണ് ഒരുപക്ഷെ ഈ തീർത്ഥാടനത്തിലേക്കൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ തുടർച്ചയായി അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതിനൊക്കെ നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ. അത് എത്രയോ ലക്ഷങ്ങളാണ് അതിനെ ആശ്രയിക്കുന്നത്. അതിലൊരുവനായി മാത്രമാണ് എന്നെ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. സാറിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ആത്മീയമായിട്ടുള്ളൊരു കാര്യം, ഈ ജപമാല ഭക്തി, പ്രത്യേകിച്ച് മാതൃഭക്തി. പലപ്പോഴും ആ ഒരു ഭക്തി അത് പ്രകടിപ്പിക്കുന്നതിൽ, അത് ഏറ്റുപറയുന്നതിൽ സാറിന് ഒരിക്കലും മടിയില്ല. ഈ മാതൃഭക്തിയിലേക്ക് കടന്നു വരാനിടയായ എന്തെങ്കിലും സാഹചര്യം ജീവിതത്തിൽ? ഞാൻ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്നാണേലും അപ്പച്ചനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഉൾപ്പെടെ സന്ധ്യാപ്രാർത്ഥന കൃത്യമായിട്ട് ചെയ്യുന്നതിൽ വളരെയേറെ ഞങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയം കളിക്കാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറയുന്നത്. തിരിച്ചു വരുമ്പോഴും, പന്ത് കളിക്കാൻ പോകുമ്പോഴും, തിരിച്ചു വരുമ്പോഴെല്ലാം വൈകിട്ട് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ജംഗ്ഷൻ, അത് കഴിഞ്ഞ് വീണ്ടും കവലയ്ക്ക് പോകും. ഈ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ ചില 10-12 ആകുമ്പോഴേ വരുള്ളൂ. എങ്കിലും ഈ സമയത്തുണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കാറുണ്ട്. അത് ഞങ്ങൾ അങ്ങനെ മുടക്കാറുമില്ല. പിന്നീട് നമ്മുടെ പല ചിന്തകളും, ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളും, ഞാൻ പോട്ടയിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളും അതൊക്കെ ജപമാലയുമായി ബന്ധപ്പെടുത്തി എനിക്ക് വലിയ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അടുപ്പ് രാത്രി 3:30 മണിക്കൂർ വരുവാണെങ്കിലും വീട്ടിൽ വരുവാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും ഞാൻ ജപമാല എത്തിച്ചിട്ടേ കിടക്കും. എല്ലാ ദിവസവും ജപമാല? എല്ലാ ദിവസവും. ഇനി വാഹനത്തിൽ പോകുവാണെങ്കിലും വാഹനത്തിൽ ഇരുന്ന് ജപമാല. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജപമാല ധരിക്കും, എപ്പോഴും ഒരു കൊന്ത എന്നോടൊപ്പം ഉണ്ടാവും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. സമീപകാലത്തുണ്ടായ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസമായി കാണും, പാലക്കാട്ട് നിന്ന് ഞാനിങ്ങോട്ട് പോരാനായിട്ട് ട്രെയിൻ കയറാൻ നിൽക്കുക. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകർ ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഗ്യാപ്പിൽ കൂടെ കാണാം, എൻ്റെ പേര് ദുരൈ രാജ, ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോവുക. അപ്പോൾ വണ്ടി എടുക്കാറായി. ഞാൻ വണ്ടി എടുത്തു. ഞാൻ ആ കമ്പാർട്ട്മെൻറ്റിൽ അവരോടൊപ്പം ഇരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും തമിഴ്നാട്ടിലെല്ലാം കൊണ്ട് ചികിത്സിച്ച് മടങ്ങി വരിക. സഹിക്കാൻ പറ്റാത്ത വേദന, ഗർഭപാത്രത്തിൽ ശിശു കിടക്കുന്ന പോലെ കൈയും കാലും ഇങ്ങനെ മടങ്ങി കിടപ്പുണ്ട്. വേദന സഹിക്കാൻ പറ്റാത്തതിൻ്റെ 1.5 കിലോയോളം വെയിറ്റുള്ള ഐസ് കട്ട നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. കടിച്ചമർത്തുന്ന വേദന. ഇത് കണ്ടിരിക്കുന്ന പിതാവിൻ്റെ വിഷമം. പിന്നെ കൊണ്ട് ലേക്ക് ഷോറിലേക്ക് പോവുക. അവിടെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷ കൂടിയാണ് പോകുന്നത്. അവിടെ ഒന്ന് വിളിച്ച് ഒന്ന് സഹായിക്കണം. അവിടെ ഇരുന്ന് ഏതാണ്ട് 10 മണിയോളം സമയമായി. PROയെ വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞു. അവർ രാത്രിയിൽ അവിടെ ഇറങ്ങുന്നു. ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോരേണ്ട ആളാണ്. ഈ പയ്യൻ 4ാം വർഷം MBBS വിദ്യാർത്ഥിയാണ്. ഈ കിടക്കുന്ന പയ്യൻ. അവൻ വലിയ ഭക്ഷണം കഴിക്കത്തില്ല. ഭക്ഷണം എന്ത് കഴിച്ചാലും ചിലത് പാൻക്രിയാസിനകത്ത് കല്ല്. അപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനിവിടെ വിദഗ്ധരായ ഡോക്ടർ ഉണ്ടെന്നുള്ള നിലയിലാണ് വരുന്നത്. അടിച്ചമർത്താൻ പറ്റാത്ത വിഷമം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് വിഷമിച്ചപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ ചെയ്തു. ഞാൻ ധരിച്ചിരുന്ന ജപമാല ഊരി ദുരൈ രാജയുടെ കൈ കൊടുത്തു. നിങ്ങൾ ധൈര്യമായി പോക്കോളാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം 1 ദിവസം ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് അഡ്മിറ്റ് ചെയ്ത് പോന്നു. വീണ്ടും തിരിച്ച് ഓപ്പറേഷൻ വേണ്ടി ചെല്ലേണ്ടതുണ്ട്. എങ്കിലും വേദന കുറവുണ്ട്. അപ്പോൾ എനിക്കൊരു കരുതലോട് കൂടി അക്കാര്യം അന്വേഷിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ഞാൻ ആ മതസന്നിധിയിലെ ജപമാല കൊടുത്തുകൊണ്ടാണ്. എനിക്ക് തോന്നി അതായിരിക്കും ഉചിതമെന്ന്. എൻ്റെ കയ്യിൽ തന്നെ വേറെ ജപമാല, ഞാൻ വീണ്ടും ഒരു ജപമാല എടുത്ത് കരുത്തിലേക്ക് തോന്നിച്ചു.
അങ്ങനെ ഒത്തിരി അനുഭവങ്ങളാണ്. ഇങ്ങനെ ഒരു കാസ്റ്റായിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കും പോകും. അപ്പോൾ പരിമിതികളുണ്ട്, നമുക്ക് വീഴ്ചകൾ പറ്റും, മനുഷ്യനാണ്. എങ്കിൽ പോലും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പര്യാപ്തമായ ഒന്നെൻ്റെ വിശ്വാസമാണെന്നും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പരിരക്ഷ അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളൊന്ന് എങ്ങനെ വേണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നത് അവിടുന്ന്. അതുകൊണ്ട് ജപമാലയിലുള്ള വിശ്വാസം ഞാൻ പലപ്പോഴും പലരോടും ഷെയർ ചെയ്യാറുണ്ട്. ഒരു ശ്രീ റോഷി അഗസ്റ്റിനിലെ ഒരു രാഷ്ട്രീയക്കാരനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു 1995 ഒരു പദയാത്ര. എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്മസ് കാലയളവിലായിരുന്നു. 43 ദിവസം അതെ, അതെ, നിൽക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പദയാത്ര. അത് ഓരോ ഘട്ടങ്ങളിലും ഇപ്പം തലശ്ശേരിയിലാണെങ്കിൽ ഉള്ളപ്പള്ളി പിതാവ് സ്വീകരണം നൽകുന്നു, തൃശ്ശൂർ കുണ്ടുകുളം പിതാവ് സ്വീകരണം നൽകുന്നു, ചില വൈദികരൊക്കെ ആ പദയാത്രയിൽ പ്രസംഗിക്കുന്നു. സാറ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ആ പദയാത്ര അത് കടന്നു ഡിസംബർ 1 തൊട്ട് ജാനുവരി 12 95 ഡിസംബർ 1 മുതൽ 96 ജാനുവരി 12 വരെ. ഈ പറഞ്ഞത് ശരിയാ. തലശ്ശേരി വന്നപ്പോൾ വള്ളോപ്പള്ളി പിതാവ് സ്വീകരിച്ചത്. ആ മാല ഇപ്പോഴും ഞാൻ വീട്ടിലെടുത്ത് വെച്ചു. അരമനയെ കൊണ്ട് ഭക്ഷണം തന്നു. 500 രൂപ എടുത്തിരിക്കുന്നു. അന്ന് നമ്മുടെ ഫാദർ തൈത്തോട്ടം, അച്ഛനും തൈത്തോട്ടത്തിലെ അച്ഛനെ എൻ്റെ കൂടെ പ്രാസംഗികനായിട്ട് അന്നയച്ചു ഞാൻ ഓർക്കുന്നു. കുണ്ടുകുളം പിതാവാ തൃശ്ശൂർ. പിതാവിൻ്റെ കൈമുത്തുന്ന പടം വ്യത്യാസം ദിവ്യ വന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ വിവിധ സാമൂഹിക രാഷ്ട്രീയ ആൾക്കാരെല്ലാം പങ്കെടുത്തു. അതും ലഹരിക്കെതിരെയുള്ള യാത്രയായിരുന്നു, മദ്യവിപത്തിനെതിരെയുള്ള യാത്രയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉയർത്തിയ പല മുദ്രാവാക്യങ്ങളും അന്ന് ഒരു കോളേജുകളിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിച്ചു. അന്നത്തെ വിമോചന മാർഗരേഖയിലാണ് കൊച്ചിയിലും ഇടുക്കിയിലും മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ഇവിടെ കൊച്ചി സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജിൽ വന്നു. ദൈവനിയോഗമാകാം. ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ മാണിസാർ ധനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബഡ്ജറ്റ് വഴി ഇടുക്കിയിലും മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. 100 കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത് ഒരു മലയോര ഗ്രാമത്തിൽ ആ മെഡിക്കൽ കോളേജിന് സാധ്യത കൊടുക്കാൻ കഴിയും. പിന്നീട് ആ യാത്ര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഈ കുടിയേറ്റ ഗ്രാമങ്ങളിൽ എത്ര രാത്രി 7 മണിക്ക് 8 മണിക്കൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് 11 മണി 11:30 ആകുമ്പോൾ കിടക്കും. രാവിലെ ഒരു പള്ളിയിൽ പോയായിരുന്നു. അത് സാറ് പലപ്പോഴും ഷെയർ ചെയ്ത് തൊട്ടടുത്ത പള്ളിയിൽ തന്നെ എല്ലാ ദിവസവും പോകുമായിരുന്നു. അത് നമ്മുടെ എല്ലാം പള്ളിയില്ലാത്ത സ്ഥലമില്ല. ഏത് ഗ്രാമത്തിലാണ് പള്ളി. രാവിലെ വീണ്ടും തിരിച്ചു വരും. 8:30 ആകുമ്പോൾ കൊടിയെടുത്ത് വീണ്ടും നടക്കും. അങ്ങനെ 43 ദിവസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ പോയ യാത്രയിലൂടെ കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം ഒരു വലിയ സൗഹൃദമാണ്. ആ യാത്ര ജീവിതത്തിലെ അനുഭവമായിരുന്നു. ഞാനൊരു ഫിസിക്സ് ബിരുദകാരിയാണ്. അപ്പം ഈ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പ്രതി സൂക്ഷിക്കും. പ്രാക്ടിക്കൽ അങ്ങനെ പെട്ടെന്ന് മറന്നുപോയാണ്. നടന്നു പോയ വഴി പോലും ഞാൻ ഓർത്തിരിപ്പുണ്ട്. അത് പലരും എന്നോട് ചോദിക്കും. കേൾക്കാൻ അവർക്ക് തമാശാണെങ്കിലും ഇത് ഓർത്തിരിക്കുന്ന എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് അടിയുറച്ച സ്ഥലങ്ങളാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഉദുമയിലെത്തി കാഞ്ഞങ്ങാട്, പരപ്പ, ചിറ്റാരിക്കാട്, ചെറുപുഴ, രാജഗിരി, ജോസ്ഗിരി, ഉദയഗിരി, പയ്യാവൂർ, ഇരിട്ടി, മട്ടന്നൂർ, കൂത്തുറമ്പ്, തലശ്ശേരി, വടകര, പേരാമ്പ്ര, കോടഞ്ചേരി, തിരുവാമ്പാടി, തോട്ടുമുക്ക്, വരിക്കോട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം, പട്ടാമ്പി, ഷൊർണൂർ, വടക്കാഞ്ചേരി, തൃശ്ശൂർ, ചാലക്കുടി, അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അടൂർ, കൊട്ടാരക്കര, കിളിമാനൂർ വഴി തിരുവനന്തപുരത്ത് വന്നു. അന്നത്തെ 1996 ജനുവരി മാസം 12-ാം തീയതി ഗാന്ധി പാർക്കിൽ പ്രസംഗിച്ചതാണ്. അതിന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു. അത് മാണിസാറൊക്കെ ആ യാത്ര കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരുന്നു അല്ലേ? ഓരോ പിന്നെ ജില്ലാ കമ്മിറ്റികളോട് സാറാനോട് നീ ഈ സ്ഥലപ്പേര് എങ്ങനെ ഓർത്തിരിക്കും? ഞാൻ പറഞ്ഞു, സാറേ ഇത് നടന്നു പോകുന്ന കിടന്നുറങ്ങിയ സ്ഥലമാണ്, ഇത് മറന്നു പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുന്നു. സാറിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ജീവിതത്തിൽ വലിയ തോതിൽ ഉയർന്ന ചിന്തകളിലേക്ക് ഞങ്ങളെ നയിച്ചിട്ടുണ്ട്. ഞാനൊരു ഘട്ടത്തിൽ ഓർക്കുന്നു, ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തതാണ് മാണിസാർ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കേരള യാത്ര, AK ആന്റണിയുടെ യാത്ര നടക്കുന്നു. അംബാസിഡർ കാർ യാത്ര ചെയ്യുന്ന AK ആന്റണി സാർ, മാണിസാർ. ഞാനിങ്ങനെ ആൾക്കാരെല്ലാം മാറ്റി ഇങ്ങനെ നിൽക്കുക. ഒരാളെ വിട്ട് വിളിപ്പിച്ചു. AK ആന്റണി സാറിൻ്റെ ചോദിച്ചു, ഇവനെ അറിയുമെന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. അതിന് ഏതാണ്ട് റീസെൻ്റായ ടൈമിലാണ് അട്ടക്കുളങ്ങര ജയിലിൽ 8 ദിവസം മരിച്ചുപോയ ശ്രീ സതീശൻ ബാശേനി ഉൾപ്പെടെ ഞങ്ങൾ അന്നത്തെ വിദ്യാർത്ഥി സമര കാലഘട്ടത്തിൽ കിടന്ന അവിടുന്ന് ഞങ്ങളെ ഇറക്കിക്കൊണ്ട് പോരുമ്പോൾ ഇവരൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് ഓർത്തിരിക്കുന്നു. മാണിസാർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. എത്രത്തോളമാണ് ഞങ്ങളെ സ്നേഹിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. അവനെ നോട്ട് ചെയ്തു. ഇവൻ അടുത്ത പ്രാവശ്യം നമ്മുടെ കൂടെ അസംബ്ലിയിൽ ഉണ്ടായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടില്ല.
സീറ്റ് ഏതെന്ന് നിശ്ചയിച്ചിട്ടില്ല. അത്രയും കരുതലോടു കൂടിയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ആ കരുതലിൻ്റെ നിലപാടിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതാണ് ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ശക്തി. ആ ബന്ധം ഊട്ടിയുറപ്പിച്ചവരാണ് ഇന്ന് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. അതാണ് മാണി സാറിൻ്റെ പ്രിയപുത്രൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി മാണി സാറിൻ്റെ ആഗ്രഹങ്ങൾ, സാറ് തുടങ്ങി വെച്ച പദ്ധതികൾ, സാധുജനങ്ങളെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ, ഇത് തകർന്നു പോകാതെ സൂക്ഷിക്കാനുള്ള ഒരു തീരുമാനമായി ഞങ്ങൾക്കുള്ളത്. ഓക്കെ സാർ, സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. താങ്ക് യു.